2012 ഫോർഡ് ഫിഗോ ഡീസൽ. 2009 സ്വിഫ്റ്റ് ഡിസയർ VXI പുതിയ പേപ്പർ. 2029 വരെ പേപ്പറുണ്ട്. 2012 എറ്റിയോസ് GD ഡീസൽ. സെക്കൻഡ് ഓണർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2007 സാൻഡ്രോ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. 2028 വരെ പേപ്പറുണ്ട്. 2009 സ്വിഫ്റ്റ് ഡിസയർ VXI പുതിയ പേപ്പർ. 2029 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്ത് LMS ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കല്ലമ്പലം യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഏകദേശം ഒരു 50,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഒരു 2 ലക്ഷത്തിനകത്ത് ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളൊന്നും നോക്കിയിട്ട് വരാം. 2012 ഫോർഡ് ഫിഗോ ഡീസൽ. ഓണർഷിപ്പ് എത്രയാണ്? 4ാമത്തെ ഓണർ. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി. 4 ഓണർ ആയിട്ടോ? ആ, നോക്കിക്കോ, ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം ക്ലച്ച് പുതിയ ക്ലച്ചാണ്. ഓടിക്കാൻ നല്ലത്. എന്തോ ഓടിയിട്ടുണ്ട്? 1.14. അപ്പോൾ ടൈമിങ് ചെയ്യാനൊക്കെയോ? എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ. ബാക്ക് ടയർ ആവറേജ്. ഒറിജിനൽ സീറ്റാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡോറൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണോ? ആ, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. എത്ര ചോദിക്കുന്നത്? 1.40 കൊടുക്കാം. ഇത് മൈലേജ് എന്താണ് ചേട്ടാ? 20 മേലെ മൈലേജ് കിട്ടും. ഉറപ്പാണ്? ആ, 4 പേര് ഉപയോഗിച്ചു. കൺഫേം. വണ്ടി എടുത്ത് ഓടിച്ചു നോക്ക്. ഓക്കെ, നല്ല നീറ്റ് വണ്ടിയാണ്. വേറെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2016 റെനോൾട്ട് കിഡ് RXT സിംഗിൾ ഓണർ വണ്ടി. 80,000 കിലോമീറ്റർ. ജനുവൻ കിലോമീറ്റർ. ആവറേജ് കൂടുതൽ ടയർ കിടപ്പുണ്ട്. പുതിയ ടയർ ആവറേജ് കൂടുതലുണ്ട്. ആ, വണ്ടിക്കകം നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ. RXT ഓപ്ഷനിലാണ്. എയർ ബാഗും വരുന്ന വണ്ടിയാണിത്. ഒരു എയർ ബാഗ്? ആ, സിംഗിൾ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. ബാക്ക് പുത്തൻ ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ബാക്കി ലോൺ ചെയ്ത് വിടാം. 5 വർഷം കിട്ടും. ആ, മാസം അടവ് എങ്ങനെയായിരിക്കും? ഒരു 5,000-6,000 രൂപയ്ക്കകത്ത് അടവ് വരുള്ളൂ. പെട്രോള് 2006 സ്വിഫ്റ്റ് VXI. 2026 സെപ്റ്റംബർ വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പോ? ഓണർ 4. ഡീസലാ പെട്രോളാ? മാനുവൽ അല്ലേ? മാനുവല്. വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. മെക്കാനിക്കൽ പണിയോ ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഫോർമാറ്റ് അടിച്ചിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ആ രീതിയിലെല്ലാം വണ്ടി കൊള്ളാം. ബാക്ക് സൈഡ് നോക്കിയാൽ ഈ ടയർ മോശമാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ബാക്ക് ടയർ മുട്ടയാണ്, അത് മാറി കൊടുക്കും? നമുക്ക് മാറി കൊടുക്കാം. ഈ ഒരു തൂക്കകത്ത് തന്നെ നിന്ന്. ആ, ഈ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, വേറെ അപാകതകളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. 2009 സ്വിഫ്റ്റ് ഡിസയർ VXI പുതിയ പേപ്പർ. 2029 വരെ പേപ്പറുണ്ട്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? 2009. 29 വരെ പേപ്പറുണ്ട്. പുതിയ പേപ്പറുണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ വണ്ടി വൃത്തിയുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് ആണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത് ഈ സൈഡിലാണ്. മാനുവലി ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. 1.80. ആ, വിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരമാവധി ചോദ്യമാണോ അതോ ലാസ്റ്റ്? പരമാവധി നമ്മൾ കുറച്ചല്ലേ കൊടുക്കുന്നത്. കുറച്ചാണ് പറയുന്നത്.
ഇതൊക്കെ 2 ലക്ഷം രൂപ വരെ വിൽക്കുന്ന വണ്ടികളാണ്. 2009 സ്വിഫ്റ്റ് ഡിസയർ VXi പുതിയ പേപ്പർ. 2029 ലാസ്റ്റ് ഒരു പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യുവൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഡീസൽ അല്ലേ? പെട്രോൾ. ആ, പെട്രോൾ ആണെങ്കിൽ CNG കൂടെ ചെയ്തിട്ടുണ്ട്. CNG കൂടി ഉണ്ട്. ആ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. മൈലേജ് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഓടിക്കാനൊക്കെ നല്ല. മെക്കാനിക്കലി പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചോദ്യം എത്രയാ? ഇത് 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം. ഏത് വർഷമായിരുന്നു? 2009 ലാസ്റ്റ് പ്രൈസ് ആണോ ഈ പറഞ്ഞത്? അതെ. എന്തെങ്കിലും കുറയോ? അതിനകത്തൊന്നും കുറയ്ക്കാനില്ല. പുതിയ പേപ്പർ വേറെ എടുത്തിട്ട് അവർക്ക് പൈസ ഒന്നും മുടക്കണ്ട. 2009 ആകുമ്പോൾ പേപ്പർ എത്ര? 29 ലാസ്റ്റ് ഒരു പേപ്പറുണ്ട്. 2010 ലാസ്റ്റ്. 2011 3-ാം മാസം രജിസ്ട്രേഷൻ. റിറ്റ്സ് VDI. 10 എന്ന് പറയുമ്പോൾ ഇതിന്റെ പേപ്പർ വർക്ക് 2026 3-ാം മാസം വരെ പേപ്പറുണ്ട്. അടുത്ത വർഷം ഉണ്ടല്ലേ? ആ. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ഒക്കെ ഇട്ട് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഫോർഡോ പവർ വിൻഡോസ് ആണ്. 1,14,000 കിലോമീറ്റർ മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഈ ഡിക്കിയുടെ ഗ്ലാസ് മാത്രം. ഗ്ലാസ് ഉണ്ട്. 2013 മാറിയിരിക്കുകയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1,70,000 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 1,70,000. ആ, ഇൻഷുറൻസ് പുതിയത്. 2007 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിങ്. 2027 10-ാം മാസം വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് 5-6 കണ്ടായി. അത്രയായി? ആ, പഴക്കമുള്ള വണ്ടിയല്ലേ, ഇപ്പം ആരും പേര് മാറാതെ ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് ഓണർഷിപ്പ് കൂടൂലേ? വണ്ടി പക്ഷെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓട്ടിക്കാനും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വണ്ടിയാണ്. തുരുമ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. കണ്ടീഷനൊക്കെ കൊള്ളാം. ആക്സിഡൻറ്റ് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഒരു ഡോറ ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും പഴക്കമല്ലേ. അല്ല മേജർ ഫ്രണ്ട് ഇടിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. വന്നിട്ടില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് 88 രൂപയ്ക്ക് കൊടുക്കാം. 88? ആ. ഏത് വർഷം? 2007 ലാസ്റ്റ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. 2011 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ടയർ പുതിയതാണ്. ടയേഴ്സ് ഫ്രണ്ട് മാത്രമാണോ പുതിയത്? ബാക്കും പുതിയ ടയറാണ്. ബാക്കും പുതിയതാണ്. ആ. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ്. സെക്കൻഡ് ഓണർ. വേറെ തട്ടാമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഫോർമാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയതാണ്. ഇതെടുത്ത വേറെ 10 പൈസ മുടക്കാനില്ല. ക്ലച്ച് സഹിതം പുതിയതാണ്. പുതിയതായിട്ടേക്കാം. 2013 വാഗണർ VXi സെക്കൻഡ് ഓണർ. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഓടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുന്ന മോഡലാണ്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം ഒക്കെ കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. ബാക്ക് സൈഡ് നോക്കിയാലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്രയായിട്ടാ ചോദിക്കുന്നത്? 2,75,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2013 മോഡൽ. 2,30 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും നമുക്ക്. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കുമോ? പരമാവധി നമ്മൾ കുറച്ചാണ് പറയുന്നത്. എന്നാൽ എന്തെങ്കിലും കൂടെ നമുക്ക് നോക്കാം. 2018 ആൾട്ടോ K10 ഓട്ടോമാറ്റിക്കാണ് VXi. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ? അതെ. ഓട്ടോമാറ്റിക്കാണ്. മൈലേജിന് വലിയ വ്യത്യാസമൊന്നും വരുത്തില്ലല്ലോ? ഇല്ല. മാനുവൽ ഓടിക്കുന്ന പോലെ തന്നെയല്ലേ? വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? 2 ഡോർ പവർ വിൻഡോ. റീപ്ലേസ് ആയിട്ട്
റീപ്ലേസ് ഒന്നുമില്ല, ഏതോ ഒരു ഗ്ലാസ് ആറ്റം മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ടോ? എത്ര ചോദ്യം? 370 കൊടുക്കാം. 2017 ആൾട്ടോ 800 LXI സിംഗിൾ ഓണർ വണ്ടി, 50,000 കിലോമീറ്റർ. 50? ആ, ജെന്യുവൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. വണ്ടിക്കൊക്കെ നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. ബാക്ക് ടയർ നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ചോദ്യം എത്രയാ? 270 കൊടുക്കാം. 270 ലാസ്റ്റാണ്. 2008 ആൾട്ടോ LXI സിംഗിൾ ഓണർ വണ്ടി, AC പവർ സ്റ്റിയറിംഗ്. ടയർ ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്. ഈ ചരലിൻ്റെ ഇത് കിടക്കുന്നുണ്ടേ ടയറിൽ, അതങ്ങനെ കാണുന്നുണ്ട്. ഞാൻ വെച്ച് ഇല്ലെന്നാ വിചാരിച്ചത്. വണ്ടിക്ക് കുഴപ്പമില്ല. 2028 വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസും പുതിയതാണ്. ബാക്ക് ടയർ ആവറേജ് അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 95,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 95. 2017 നാനോ ഓട്ടോമാറ്റിക്കാണ്, 57,000 കിലോമീറ്റർ. ടയറെല്ലാം പുതിയത്, പുത്തൻ ടയേഴ്സ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ സെറ്റ്, സെൻട്രൽ ലോക്ക്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഒന്നും ചെയ്യണ്ട. വണ്ടിക്കകം അതിൻ്റെതായ വൃത്തിയുണ്ട് കാണാൻ. ഇത് മൈലേജ് എന്ത് കാണും? ഒരു 20 റേഞ്ച് കിട്ടും. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ അതിൻ്റെതായ വൃത്തിയുണ്ട്, കൊള്ളാം. ബാക്ക് ടയറും പുത്തൻ ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. ആണ് ഓട്ടോമാറ്റിക്കാ. ഈ ഗ്ലാസ്, ഒരു ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടൽ കിടപ്പുണ്ട്. 1,85,000. അപ്പോൾ എത്ര രൂപ ഇറക്കാൻ പറ്റുന്നത്? ഇത് ലോൺ കയറൂല. നാനോയ്ക്കൊന്നും ലോൺ കൊടുക്കൂല. 2011 നാനോ. ഓണർഷിപ്പ്? ഓണർ 3-4 ആയത്. ഇതിന് ഓണർഷിപ്പ്. ഫ്രണ്ട് 2 പുതിയ ടയർ ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. ഒരു 100 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല ഫ്രണ്ട് ടയർ എടുത്തിട്ട്. പിന്നെ AC പവർ വിൻഡോയും വരുന്ന വണ്ടിയാണ്. പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് അല്ല? പവർ സ്റ്റിയറിംഗ് അല്ല, AC പവർ വിൻഡോ. ഈ വണ്ടി കാണാനൊക്കെ പക്ഷേ കൊള്ളാം, നല്ല വൃത്തി. ഓടിക്കാൻ നല്ല കിടിലൻ വണ്ടി. ഫ്ലോറും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. അല്ല, ഇതിൻ്റെ ഗിയർ നോബ് മാത്രം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 50,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 50,000 രൂപ. ഓണർഷിപ്പ് ആയതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, കൊടുക്കുക. ഫ്രണ്ട് 2 ടയർ ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി 2026 വരെ പേപ്പറുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ ഒരു കൊച്ചു ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും, 10-26 മൈലേജ് കിട്ടും. അത്ര ഉണ്ടോ? 2007 സാൻഡ്രോ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, 2028 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ സ്റ്റിയറിംഗ് പക്ഷേ ഇച്ചിരി കാണാൻ മോശമായിട്ട് ഇരിപ്പുണ്ട്. ശകലം ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അതെ, വണ്ടിക്കകം വേറെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ച് ആയിട്ട് വന്നത്. അതെ, 2 ഡോർ പവർ വിൻഡോസ് ആണ്. ബാക്ക് ടയേഴ്സൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്കിത് ശകലം വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം ഒരു 72 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. അതായത് വൃത്തിയാക്കിയിട്ട് 72 രൂപയ്ക്ക്? അല്ലല്ല, അവർ എടുത്ത് ഇതായിക്കോളും. വലിയ ഇതൊന്നുമില്ല, ചെറിയ ഇതൊക്കെ ഉള്ളൂ. ചെറിയ പൊട്ടലുണ്ട് ഇവിടെ ബോണറ്റിൻ്റെ അവിടെ ചെറിയത്. അങ്ങനെ ഒരു 4-5 രൂപ മുടക്കേണ്ടി വരും. 72 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. 2012 സാൻഡ്രോ സിംഗ്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ടയർ പുതിയതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. AC ഒക്കെ പക്കയാണ്? എല്ലാം പക്ക. AC എൻജിൻ കാര്യങ്ങളെല്ലാം പക്ക. ഈ വണ്ടി പക്ക. AC കവേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ അതിൻ്റേതായ ഒരു വൃത്തിയൊക്കെ തന്നെ ഉണ്ട്. വണ്ടി കാണാനും കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 1,35 കൊടുക്കാം. 1,35.
2 ഡോർ പവർ വിൻഡോസ് ആണ്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ഓടിക്കാൻ നല്ല വണ്ടിയാണ്. വണ്ടി ഒന്ന് കഴുകുക, വൃത്തിയാക്കുക എന്നുള്ളതല്ലേ? വണ്ടി നമ്മൾ സർവീസ് ചെയ്താൽ കൊടുക്കും. 2011 ഫോർഡ് ഫിഗോ ഡീസല്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ടയേഴ്സ് നല്ല ടയർ കിടപ്പുണ്ട് ഫ്രണ്ട്. ഡീസലാണ്. ഡീസൽ. കിലോമീറ്റർ എത്ര? 1.10 ആയി. ടൈമിങ് ചെയ്യാനൊക്കെയോ? അല്ല, മാറിയിട്ടുണ്ട്. വണ്ടിക്കകം ഒക്കെ കാണാൻ. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. പ്രത്യേകിച്ച് സീറ്റ് കവർ ചെയ്തില്ല. കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബാക്ക് ടയറൊക്കെ നോക്കിയാലും ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1.15 കൊടുക്കാം, പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടെ. വണ്ടി ബോഡിയൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, വേറെ ഒരു റീപ്ലേസും ഇല്ല. ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 2009 ഫോർഡ്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. പുതിയ പേപ്പർ 2029 വരെ പേപ്പറുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വണ്ടിയാണ്. അതെ. വണ്ടിക്ക് അകം കയറി കണ്ടപ്പോൾ മനസ്സിലായത് ഈ സീറ്റ് കവറിൻ്റെ ഇതേ അന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. പിന്നെ എന്താ ഈ വണ്ടി പോകാത്ത? കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് 1-2 കസ്റ്റമറൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ലോൺ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ലോൺ ഇതിന് കയറാൻ പാടാണ്. കിട്ടൂല്ലേ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി ഓരോ കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാൻ. ഫ്രണ്ട് ചെറിയ മെക്കാനിക്കലി ലോറാമോ എന്തോ ചെറിയ ഇതുണ്ട്. വർക്കുണ്ട്. ചെറിയ എന്തോ ഓടിക്കുമ്പോൾ ചെറിയ കിടുക്കമുണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിൻ്റെ പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ 95 പറഞ്ഞത്, 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000. ആ പണിയും കൂടി ഉള്ളതുകൊണ്ട്. കാരണം അവർ കൊണ്ടുപോയിട്ട് അത് ചെയ്യാം. 2012 എറ്റിയോസ് GD ഡീസല്, സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഫിറ്റിങ്സ് ഉള്ള വണ്ടിയാണ്. ഇത് ജെന്യുവിൻ കിലോമീറ്റർ ആണ്. വണ്ടിക്ക് അതൊക്കെ നല്ല പോഷാണല്ലോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, ലെതർ സീറ്റ് ഉണ്ട്. ലെതർ സീറ്റൊക്കെ ഇന്നോവ സ്റ്റൈലിലിരിക്കുന്ന സംഭവം കൊള്ളാം. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഫോർഡ് പവർ വിൻഡോസ് ആണ്. വണ്ടി ഓടിക്കാൻ നല്ലത്. നല്ല കാര്യമായിട്ട് സൂക്ഷിച്ച ആരുടെയോ വണ്ടിയാന്ന് തോന്നുന്നു. ഓടിക്കാൻ പക്ക, വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. 4 ടയർ പുതിയ ടയർ അടക്കുന്ന. അലോയ് അല്ല, 4 പുതിയ ടയറാണ്. ബ്ലാക്ക് കളറാണ് വണ്ടി. എത്ര ചോദ്യം? ഇത് നമുക്ക് 3,70,000 രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്. ലോൺ കിട്ടുമല്ലോ? ലോൺ കിട്ടും. എത്ര രൂപ ഇറങ്ങാൻ പറ്റും? ഒരു 3 രൂപ റേഞ്ച് ലോൺ കയറും. വണ്ടിക്ക് വേറെ അപാകതകളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് കിടക്കും. മാറ്റിയിട്ടില്ല അല്ലേ? ഇല്ല, ഒറിജിനൽ ഗ്ലാസ്സാണ് കിടക്കുന്നത്. അത് മാറിക്കൊടുക്കോ? മാറേണ്ട കാര്യമില്ല. വേറെ ലീക്കോ കാര്യമോ ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്സാണ് കിടക്കുന്നത്. അത് വെറുതെ നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. ഫ്രണ്ടൊക്കെ ന്യൂ ഷേപ്പാണ്. 2013 സ്വിഫ്റ്റ് VDI, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അല്ല 4 ഡോർ പവർ വിൻഡോ. എന്ത് ഓടിയിട്ടുണ്ട്? 1.14. 1.14. 1 ലക്ഷം കഴിഞ്ഞു. അപ്പം മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയ്യാൻ മാറിയിട്ടുണ്ട്. ആ വക പരിപാടി എല്ലാം ചെയ്തിടൂല്ലേ? ചെയ്യാത്തത് നമ്മൾ ചെയ്യും. ചില കസ്റ്റമർ ചെയ്ത് തന്നെ കൊണ്ടുവരും. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ഫോർഡ് പവറിൻ്റെയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ആ രീതിയിലുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. 2.75 ലോൺ ചെയ്ത് കൊടുക്കാം. കളർ ഫെയ്ഡ് അങ്ങനൊന്നും ഒന്നുമില്ല. നല്ല വണ്ടി. 10-24 മൈലേജ് കിട്ടും. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2013 ആൾട്ടോ K10 LXi, 70,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 ടയർ പുതിയത്. ബാക്ക് ആവറേജ് ടയർസാണ് നടക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ് ആണോ? AC പവർ സ്റ്റിയറിംഗ്. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. ഇത് സീറ്റ് കവറായിട്ട് ചെയ്തതാണ്. സീറ്റ് കവർ പുതിയതാണ്. ഓൾട്ടോ എന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഈ ഒരു ഡോറിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രമാണോ? ഇല്ല ഡോറൊന്നും ഇല്ല. അതാ ഡോറൊക്കെ കാണിച്ചു കൊടുത്തു. ഡോറൊന്നും മാറിയിട്ടില്ല. ഈ ഒരു ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. 1,80,000. 1.5 ലോൺ ചെയ്ത് കൊടുക്കാം. 30 രൂപ ഇറങ്ങാം അല്ലേ? 2018 ജീപ്പ് കോമ്പസ് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ മാനുവലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് പെട്രോളാ ഡീസലാ? ഡീസൽ. ഇത് മൈലേജ് എന്തോ കിട്ടും? മൈലേജ് 15-16 മൈലേജ് കിട്ടും. ആ റേഞ്ച് ആണ്. ഇത് ടോപ്പ് വേരിയന്റ് ആണോ കേട്ടാ? അല്ല, അതിന്റെ തൊട്ട് താഴത്തെയാണ്. ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനിലാണ്. സൺറൂഫ് വരൂല. ഇല്ല. ആക്സിഡന്റ് കേസ് റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു ചെറിയ സ്ക്രാച്ച് കിടപ്പുണ്ട്. മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത്. അത് കസ്റ്റമറിന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എത്ര ചോദ്യം? എത്രയാ? നമുക്ക് 11.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഗ്ലാസ് മാറി കൊടുക്കാം. ഗ്ലാസ് മാറി? ഈ കിടക്കുന്നതാണ് അതിന്റെ ഇത് അല്ലേ? അതാ ചെറിയൊരു പൊട്ടലുള്ള. വേറെ റീപ്ലേസ് ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഒരു ഏകദേശം എത്ര രൂപ ഇറക്കാൻ പറ്റും? 10 രൂപയൊക്കെ ലോൺ കയറും. 10 രൂപ? 2011 ഇന്നോവ G4 ഇന്റർകൂളർ വണ്ടിയാണ്. 4 ടയർ പുതിയത്, അലോയ്സ് ഉണ്ട്. പിന്നെ മേജർ സർവീസ് ഇപ്പം ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം മാറിയതാ? ഓയിൽ ഫിൽറ്റർ എല്ലാം മാറിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ. ഇതിന് ആക്സിഡന്റ് കേസോ വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ആക്സിഡന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 4ാമത്തെ ഓണറാണ്. 4. ഒറിജിനൽ കേരള അല്ലേ? അല്ല, റിയാണ്. ഇപ്പൊ ഇത് ഒറിജിനൽ വണ്ടിയാ? അല്ല, ഇപ്പൊ ഒറിജിനൽ കേരള ആക്കിയേക്കല്ലേ? അതെ. ഒറിജിനൽ കേരള അല്ല, കേരളയിലോട്ട് ആക്കിയിട്ടുണ്ട്. 2014-15 ഇവിടെ വന്നതാണ്. നമുക്ക് പണി കാര്യങ്ങളോ ഒന്നുമില്ല. ചോദ്യം എത്രയാ? ഇത് നമുക്ക് 5,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇൻഷുറൻസ് വരെ പുതിയതാണ്. എല്ലാം പുതിയ എടുത്തിട്ട്? അതെ. ഇതിനകത്താണോ ചേട്ടാ എന്തോ? അതെ, ടൈമിംഗ് ചെയിൻ എല്ലാം ഇപ്പൊ മാറിയതാ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പൈസ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ടൈമിംഗ് ചെയിൻ, ഓയിൽ ഫിൽറ്റർ എല്ലാം മാറി. മേജർ സർവീസ് കഴിഞ്ഞ് കിടക്കുകയാണ്. 2019 സ്വിഫ്റ്റ് VXI പെട്രോളാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. 80,000. ഈ അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് അടിച്ചല്ലേ? രണ്ടാമത് ചെയ്തതാണ്. സ്റ്റിക്കറാണ്. വണ്ടിക്കകം നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയിലായിട്ടൊക്കെ തന്നെ കിടക്കുന്നത്. നല്ലൊരു സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ. വണ്ടി എടുത്ത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഫോട്ടോസും വീഡിയോ എല്ലാം ഇരിപ്പുണ്ട്. അതല്ല, ഈ ബമ്പറും അങ്ങനെ ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം. കല്ലടിച്ചിട്ട് ചെറിയൊരു പൊട്ടൽ വന്ന അതിന്റെ ഫോട്ടോ വീഡിയോ എല്ലാം ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചില വണ്ടികൾക്ക് മാത്രം ചെറിയ ഗ്ലാസോ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഫാൾട്ട് ഉണ്ടായിരുന്നെങ്കിലും ബാക്കി വണ്ടികളൊക്കെ ഒരു നല്ല വണ്ടികളായിരുന്നു. നല്ല വണ്ടികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.